ഇന്ത്യ മാലദ്വീപ് ബന്ധം മോശമായി തുടരുകയാണ്. ചൈനയുടെ ചാരക്കപ്പലിന് മാലദ്വീപിൽ നങ്കൂരമിടാൻ അനുവാദം നൽകിയത് ഇന്ത്യ ഗൗരവത്തോടെയാണ് കാണുന്നത്. ചൈന അനുകൂല നിലപാട് തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പരസ്യമായി പ്രഖ്യാപിച്ച മുഹമ്മദ് മുയ്സു അധികാരത്തിലെത്തിയ ശേഷം ആദ്യം സന്ദർശിച്ചത് ചൈനയിലാണ്. സാധാരണ മാലദ്വീപ് ഭരണാധികാരികൾ അധികാരമേറ്റയുടൻ ഇന്ത്യയിലാണ് എത്താറുള്ളത്. ചൈനയും മാലദ്വീപും നിരവധി കരാറുകളിലും ഒപ്പുവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപ് മന്ത്രിമാർ അപകീർത്തി പരാമർശം നടത്തിയതോടെ മാലദ്വീപിൽ ഉൾപ്പെടെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. ഇന്ത്യയുമായി ഏറെ അടുപ്പം കാത്തുസൂക്ഷിക്കുന്ന മാലദ്വീപ് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പരസ്യ പ്രതികരണവുമായി രംഗത്തു വന്നു. ഇപ്പോഴിതാ മുയ്സുവിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരിക്കുകയാണ് മാലദ്വീപിലെ പ്രതിപക്ഷ പാർട്ടികൾ. മാലദ്വീപ് സർക്കാരിന്റെ ഇന്ത്യ വിരുദ്ധ നിലപാട് രാജ്യത്തിന്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി പറയുന്നത്. പ്രതിപക്ഷ പാർട്ടികളായ മാൽദീവിയൻ ഡെമോക്രാറ്റിക് പാർട്ടിയും ഡെമോക്രാറ്റ്സുമാണ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. രാജ്യത്തിന്റെ പുരോഗതിക്ക് സഹായകമാകുന്ന പങ്കാളിയാണ് ഇന്ത്യ. ദീർഘകാലമായി സഖ്യത്തിലായിരുന്ന ഒരു രാജ്യത്തെ അകറ്റുന്നത് മാലദ്വീപിന്റെ ദീർഘകാല വികസനത്തെ ബാധിക്കും. ഇന്ത്യയെ ദീർഘകാല സഖ്യരാഷ്ട്രമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ വിശേഷിപ്പിച്ചത്. മാലദ്വീപിന്റെ പുതിയ സർക്കാരും മുൻ സർക്കാരുകളെ പോലെ എല്ലാ വികസന പങ്കാളികളുമായും സഹകരിക്കണം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷിതത്വം മാലദ്വീപിന്റെ സ്ഥിരതയ്ക്കും സുരക്ഷിതത്വത്തിനും പ്രധാനമാണെന്നും പ്രതിപക്ഷ നേതാക്കന്മാർ സംയുക്തമായി നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി മോദിക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങൾക്ക് പിന്നാലെ മാലദ്വീപിലെ വിനോദസഞ്ചാര മേഖലയിൽ തിരിച്ചടി നേരിട്ടിരുന്നു. മാലദ്വീപിന്റെ സാമ്പത്തിക രംഗത്തിന്റെ നട്ടെല്ലാണ് വിനോദസഞ്ചാരം. ഇന്ത്യയെ കൂടുതൽ പ്രകോപിപ്പിച്ച് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു ചൈനയിൽ സന്ദർശനം നടത്തുകയും ചെയ്തു. പിന്നാലെ മാലദ്വീപിൽ നിന്ന് മാർച്ച് 5-നകം ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. ചൈനീസ് കപ്പൽ മാലദ്വീപ് തുറമുഖത്ത് നങ്കൂരമിടുമെന്ന പ്രഖ്യാപനം കൂടി എത്തിയതോടെയാണ് മാലദ്വീപിനെ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി മുയ്സുവിനെതിരെ രംഗത്ത് വന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ ചാരക്കപ്പലായി കണക്കാക്കുന്ന സിയാൻയാങ് ഹോങ് 03 ആണ് അടുത്ത മാസം ആദ്യം മാലദ്വീപ് തലസ്ഥാനമായ മാലയിൽ എത്തുന്നത്. ഇക്കാര്യം മാലദ്വീപ് സർക്കാർ തന്നെയാണ് സ്ഥിരീകരിച്ചത്. കപ്പൽ മാലദ്വീപിൽ നിരീക്ഷണമൊന്നും നടത്തില്ല. നാവികരുടെ മാറ്റം പോലെയുള്ള നടപടിക്രമങ്ങൾക്കാണ് ചൈന ക്ലിയറൻസ് ആവശ്യപ്പെട്ടതെന്നും മാലദ്വീപ് സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. പുതിയ സംഭവ വികാസങ്ങളെ ശ്രദ്ധയോടെയാണ് ഇന്ത്യ നിരീക്ഷിക്കുന്നത്. 4300 ടൺ ഭാരമുള്ള ചാരക്കപ്പലാണ് സിയാൻയാങ് ഹോങ് 03. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരീക്ഷണം നടത്തുന്ന ചൈനീസ് കപ്പലാണിത്. വെള്ളത്തിനടിയിലെ ഭൂകമ്പങ്ങൾ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാനും ഇത്തരം കപ്പലുകൾ സഹായിക്കും. പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കുന്ന വിവരങ്ങൾ നൽകാനും കപ്പലുകൾക്ക് സാധിക്കും. ഇതിന് മാത്രമല്ല, സൈനിക ആവശ്യങ്ങൾക്കുള്ള ചാരപ്രവർത്തനത്തിനും ചൈന ഈ കപ്പൽ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. കപ്പലിനെ ഇന്ത്യൻ നാവികസേന നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് കപ്പലുകളുടെ സാന്നിധ്യത്തെക്കുറിച്ചും ശ്രീലങ്കയിൽ അതുണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ചും ഇന്ത്യ മുൻപും ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ചൈനീസ് കപ്പലിന് ദ്വീപിന്റെ പടിഞ്ഞാറൻ തീരത്ത് 2 ദിവസം മറൈൻ റിസർച്ച് നടത്താൻ ശ്രീലങ്കൻ സർക്കാർ അനുമതി നൽകിയിരുന്നു. 2022-ൽ മറ്റൊരു ചൈനീസ് റിസർച്ച് കപ്പൽ യുവാങ് വാങ് 5 ശ്രീലങ്ക സന്ദർശിച്ചിരുന്നു.